രജൌരിയിൽ നിന്നും നമ്മൾ നന്ദു പേരാമ്പ്രയും നോബൽ മാരിക്കാരനുമുണ്ട്. ആദ്യം നോബൽ മാരിക്കാരനിലേക്ക് ഞാൻ പോകുന്നു. നോബൽ മാരിക്കാരൻ, ഇന്നലെ രാത്രിയിൽ മുഴുവൻ നോബൽ മാരിക്കാരൻ കേട്ടത് ഷെല്ലാക്രമണത്തിൻ്റെ ശബ്ദമാണ്. അതിർത്തിയിൽ നിന്നും തുടർച്ചയായി പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടാവുന്നു. ആ പ്രകോപനങ്ങളെ ശക്തമായി തിരിച്ചടിക്കുന്നു ഇന്ത്യൻ കരസേന. ഇന്നിപ്പോൾ പുലർച്ചെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇന്നലെ ബങ്കറുകളിലും വളരെ സുരക്ഷിതമായിട്ടുമാണ് കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആയിരുന്നുവല്ലേ രജൌരി മേഖലയിൽ ഇന്നലെ? നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി രജൌരിയും അതുമാത്രമല്ല ജമ്മുവിന്റെ പ്രദേശങ്ങളിൽ മുഴുവൻ അശാന്തിയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. നമ്മൾ ജമ്മുവിൽ നേരത്തെ തന്നെ മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതാണ് ഇന്ത്യൻ സേന. പക്ഷേ എങ്കിൽ പോലും മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ വലിയ ഷെല്ലാക്രമണങ്ങൾക്കും അതോടൊപ്പം നിരന്തരമായ വെടിവെപ്പിനുമാണ് പാകിസ്ഥാൻ ഒരുങ്ങിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ഉള്ളത് രജൌരിയിൽ നിന്നും പൂഞ്ചിലേക്കുള്ള യാത്രയിലാണ്. ഈ രജൌരി മേഖലയിൽ, പ്രത്യേകിച്ച് പൂഞ്ച് രജൌരി അടക്കമുള്ള ഈ അതിർത്തി മേഖലയിൽ കഴിഞ്ഞ രാത്രി വലിയ ആക്രമണങ്ങൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം നിരന്തരം ഷെല്ലുകൾ പായുന്നു നമുക്ക് ആകാശത്ത് കാണാൻ കഴിയുമായിരുന്നു. അത് മാത്രമല്ല പീഡിത ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുന്നതിന്റെ ഒച്ചകൾ നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. സൈനിക വാഹനങ്ങൾ ഉടനീളം നമ്മൾ താമസിച്ചതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു വലിയ സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നത്. ഈ സൈനിക ക്യാമ്പ് ഇന്നലെ രാത്രി ഒരു പോള പോലും ഉറങ്ങിയിട്ടില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. പൂർണ്ണമായും സൈനിക വാഹനങ്ങൾ നിരന്തരം ക്യാമ്പുകളിൽ വന്നു പോകുന്നു. ക്യാമ്പുകളിൽ നിന്ന് സൈനികർ നിരന്തരം പുറത്തേക്ക് പോകുന്നു. അത്തരത്തിൽ മറ്റ് സംവിധാനങ്ങൾ പുറത്തേക്ക് പോകുന്നു. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് സൈന്യം പ്രവർത്തിക്കുന്നത് നമുക്കിതിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പൂർണ്ണമായും ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ഭാഗം പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിലേക്ക് പോവുകയും ഇലക്ട്രിസിറ്റി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള ഉഗ്രശബ്ദത്തോടുള്ള സ്ഫോടനങ്ങൾ, അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി എന്നും മനസ്സിലാക്കുന്നു. പലയിടത്തും ഡ്രോണുകളടക്കം വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പൂഞ്ചിലെ സാഹചര്യമായിരുന്നു ഏറ്റവും മോശം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനവും നിരന്തരം ഗ്രനേഡ് ആക്രമണങ്ങളും അത്തരത്തിൽ ഷെല്ലാക്രമണവും ഒക്കെ പൂഞ്ചിൽ തുടരുകയാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ രാത്രി അത് വലിയ രീതിയിൽ തന്നെ കൂടിയിരുന്നു. ഏറ്റവും ശക്തമായ ആക്രമണം ഇന്നലെ രാത്രിയാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീടുകൾ അത്തരത്തിൽ നിരവധി തകർന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അത്തരത്തിൽ വലിയ ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ശക്തമായ തിരിച്ചടി സൈന്യം കൊടുത്തു എന്ന റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നു. ശക്തമായ തിരിച്ചടിയാണ് ഇന്നലെ സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് അതിർത്തിയിലുടനീളം ഉണ്ടായത്. അത്ര ജാഗ്രത അതിർത്തിയിൽ സുരക്ഷാ സേന നടത്തിയിരുന്നു. അത്ര സുരക്ഷയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് സേനാംഗങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ജമ്മു റീജിയനിൽ വലിയ തരത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ പെട്ടെന്ന് ആക്രമിക്കാവുന്ന മേഖലകളിൽ ഒന്ന് ജമ്മു മേഖലയാണ്. സ്വാഭാവികമായും അതിന്റെ ഒരു വലിയ ഏറ്റുമുട്ടൽ തന്നെയാണ് ഇന്നലെ രാത്രി ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ സേനയ്ക്ക് കഴിഞ്ഞു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് വരുന്ന ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ എപ്പോഴും എത്രത്തോളം കാഷ്വാലിറ്റികൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പൂഞ്ചിലുണ്ടായ ആക്രമണത്തിൽ 15ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. ഏറെക്കുറെ പൂഞ്ചിൽ നിന്ന് ആളുകൾ വീടുകൾ അതോടൊപ്പം അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി എന്നതാണ് അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ റിപ്പോർട്ടായി നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇതാണെങ്കിൽ നമ്മൾ പൂഞ്ചിലേക്കുള്ള യാത്രയാണ്. പൂഞ്ച് എത്തുമ്പോൾ നമുക്കറിയാം എത്രത്തോളമാണ് അവിടെ ഉണ്ടാക്കിയ ആഘാതം എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും നിലവിൽ പൂഞ്ചിലുണ്ടായ ആക്രമണത്തിൽ, രജൌരിയിലുണ്ടായ ആക്രമണത്തിൽ ആ അതിർത്തി മേഖലയിൽ ഉണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സംവിധാനങ്ങളും അത്തരത്തിൽ തകരാറുകൾ, വീടുകളാണെങ്കിലും കെട്ടിടങ്ങൾക്കാണെങ്കിലും ഒക്കെ തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളുള്ളത്. പക്ഷേ ആൾനാശമോ അത്തരത്തിലുള്ള നടപടികളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് മാത്രം ഈ ഘട്ടത്തിൽ ആശ്വാസമായി പറയാം. വരും മണിക്കൂറുകളിലും എങ്ങനെയായിരിക്കും അതിർത്തി എന്നതൊരു ആശങ്കയായി തന്നെ തുടരുകയും ചെയ്തു. കാരണം ഇത്രയും ടെൻഷൻ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ, ഇത്രയും പ്രതിസന്ധി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പക്ഷേ കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിൽ ഷെല്ലാക്രമണമാണ് ഏറ്റവും ശക്തമായി തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ രാത്രിയും പ്രയോഗിച്ചത് എന്ന് വേണം ഈ രജൌരി പൂഞ്ചടക്കമുള്ള മേഖലയിലെ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഷെല്ലുകളായിരുന്നു കൂടുതലായും പാകിസ്ഥാൻ വർഷിച്ചത്. പക്ഷേ ഇന്ത്യൻ സേന ശക്തമായി തന്നെ, പ്രത്യേകിച്ച് കരസേനയ്ക്ക് മുൻപത്തെ പോലെയല്ല, കൂടുതൽ അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഉപേന്ദ്ര ദ്വിവേദി അടക്കമുള്ള ആളുകൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിന് അവകാശം, അത്തരത്തിലുള്ള സാഹചര്യമില്ല. അടിക്കുകയാണെങ്കിൽ അതിന് ഇരട്ടിയോളം ശക്തമായി തന്നെ തിരിച്ചടിക്കുക എന്നതിനാണ് സൈന്യം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി. അതിന്റെ ഭാഗമായുള്ള വെടിയൊച്ചകൾ എന്താണെങ്കിലും ഇന്നലെ ആകാശത്ത് ശക്തമായി തന്നെ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ സൈന്യം പ്രത്യേകിച്ച് ഇന്ത്യൻ രജൌരിയിൽ നിന്ന് പൂഞ്ചിലേക്കുള്ള യാത്രാമധ്യയിലാണ്. അതിർത്തിയിൽ ഇന്നലെ ഉടനീളം ഷെല്ലാക്രമണത്തിന്റെ ശബ്ദമാണ് നോബൽ മാരിക്കാരൻ കേട്ടത്. രജൌരിയിൽ നിന്നുമാണ് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ നിർണായകമായ മീറ്റിംഗുകൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നലെ. ഇന്നലെ ഒരു രാത്രി, അത് എന്തൊരു രാത്രിയായിരുന്നു! നമ്മൾ ഇന്നേവരെ കാണാത്ത, ഒരുപക്ഷെ അടുത്ത കാലത്തെങ്ങും ഇന്ത്യ കാണാത്ത വിധത്തിലുള്ള ശക്തമായ പാകിസ്ഥാന്റെ ആകാശ യുദ്ധമാണ് നമ്മൾ ഇന്നലെ ജമ്മുവിൽ കണ്ടത്, ശ്രീനഗറിൽ കണ്ടത്, പഞ്ചാബിൽ കണ്ടത്, രാജസ്ഥാനിൽ കണ്ടത്.